ഹായ് ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് വൈബ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്താണെന്നോ, നമ്മുടെ പെറ്റൂണിയ ചെടികളെല്ലാം സൂര്യപ്രകാശം ഇങ്ങനെ കൊണ്ട് നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. പൊതുവേ ചെടികൾക്ക് സൂര്യപ്രകാശം അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇളം വെയിൽ എപ്പോഴും കൊള്ളുന്നത് നല്ലതാണ്. അത് രാവിലത്തെ ആണെങ്കിലും വൈകുന്നേരത്തെ ആണെങ്കിലും ഇളം വെയിൽ എപ്പോഴും നമ്മുടെ പ്ലാന്റ്സിന് കൊള്ളണം. അത് പ്ലാന്റിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ പൂക്കളുടെ ഭംഗി കൂട്ടാനും ഒരുപാട് ഫ്ലവറിങ് ഉണ്ടാവാനും ഒക്കെ അതാണ് പെറ്റൂണിയ ചെടിക്ക് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള വെള്ളമുണ്ടെങ്കിൽ എക്സസ്സായി പോവാനും അത് സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയിൽ വെക്കുമ്പോഴാണ് പെറ്റൂണിയ ചെടികൾക്ക് നല്ല രീതിയിൽ ചീച്ചിലും അതുപോലെ തന്നെ ഫ്ലവർ കുറവും ഒക്കെ വരുന്നത്. ഇപ്പോൾ എൻ്റെ ചെടികളെല്ലാം രാവിലത്തെയും വൈകുന്നേരത്തെയും ഇളം വെയിൽ കൊള്ളുന്ന ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ചെടികളുടെ ഹെൽത്തും അതുപോലെ തന്നെ പൂക്കളുടെ സൗന്ദര്യവും പൂക്കൾ എന്തുമാത്രം ഉണ്ടെന്നുള്ളതും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നമ്മുടെ എപ്പോഴും നമ്മുടെ ഫേവറേറ്റായ നമ്മുടെ നാടൻ ഡബിൾ പെറ്റലാണ്. ഇതിൻ്റെ ഒരുപാട് തൈകളൊക്കെ നമ്മൾ ആക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം സെയിൽ പോസ്റ്റ് ഇടുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇത് നമ്മുടെ ക്യൂൻ ഓഫ് ഹാർട്ടാണ്. ഇതിൻ്റെ കണ്ടോ, ഇത് നല്ല സൂര്യപ്രകാശം അടിക്കുമ്പോഴാണ് ഇതിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പെറ്റൂണിയ ചെടികൾക്ക് സൂര്യപ്രകാശം കൊള്ളിക്കുക. അത് ഓവറായിട്ടുള്ള സൂര്യപ്രകാശം ഉള്ള സമയത്തൊന്നും കൊള്ളിക്കരുത്. വൈകുന്നേരത്തെയും രാവിലത്തെയും ഇളം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പെറ്റൂണിയ ചെടികളെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവർ നല്ല രീതിക്ക് തന്നെ ഫ്ലവറിങ് ആവുകയും അതുപോലെ തന്നെ ചെടികൾക്ക് നല്ല രീതിയിൽ ലൈഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള പെറ്റൂണിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അറിയാത്ത കൂട്ടുകാർക്ക് കൂടുതൽ പ്രയോജനകരമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.